ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലത്തെ പാർട്ട് 1ൻ്റെ ബാക്കിയാണ് പാർട്ട് 2. അപ്പോൾ ഇന്നും വേറൊരു ഡയറി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഡയറി 2005-ലെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെ സംഭവങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഇയാളെ ഓർമ്മയുണ്ടോ? 2010-ലെ ആളാണ്. സൗത്ത് ആഫ്രിക്കയിൽ. ഇയാളെ പേരെനിക്ക് കിട്ടുന്നില്ല, പെട്ടെന്ന് ഓർമ്മയില്ല, മറന്നുപോയി. ഓർമ്മയില്ലവർ കമൻറ്റ് ചെയ്യണേ ഈ ചങ്ങായിൻ്റെ പേര്. അപ്പം ഇതാണത് നമ്മളെ ഫിഫ വേൾഡ് കപ്പ് 2010-ലെ കുറേ അന്നേരത്തെ ഒരു ക്രേസ് ആയിരുന്നു. ഉള്ളതെല്ലാം രാജ്യക്കാരെല്ലാം കട്ടൗട്ട് ഇങ്ങനെ ഇതാക്കുക. അതിൻ്റെ പോലെ ഇവൻ്റെ പേര് സാക്കുമി. ഓക്കെ, സാക്കുമിയാണ് ഈ ചക്കൻ്റെ പേര്. ഇത് പുലിയാനോ നരിയാനോ സിംഹാണോ? ഒരു സിംഹം തന്നെയാണ് ഇവൻ. അപ്പം നമ്മളെ ഇയാളെ അറിയാമല്ലോ, മെസ്സി ഫാനായതുകൊണ്ട് മെസ്സിൻ്റെ പോസ്റ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. മറഡോണയും മെസ്സിയും മൊത്തത്തിൽ അർജൻറ്റീന ഫാൻ. നിങ്ങളൊക്കെ ആരെല്ലാം ഫാനാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് സംഭവങ്ങളെല്ലാം. ഉള്ളക്കൊടിയും ആ ക്യാരക്ടർ അന്നേരം ഭയങ്കര ഫേമസ് ആണ്. അപ്പം മെസ്സിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾസൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ കുറേ ഇതെല്ലാം ഇത് ജയിച്ചതെല്ലാം കുറേ റെക്കോർഡ്സൊക്കെ ആക്കിയതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇത് കുറേ വേൾഡ് കപ്പിൻ്റെ അർജൻറ്റീനയിലെ കുറേ ഇതിൻ്റെ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇവൻ്റെ കൂടെ ഇവളെ അറിയല്ലോ, നമ്മളെ ഷക്കീര വൈ. വക്ക വക്ക ഓ ഓ വക്ക വക്ക, ആ പാട്ട് ഈ അന്നേരത്തെ നമ്മളെ ഫേമസ്, ഇപ്പോഴും ഫേമസ് തന്നെ, പക്ഷെ അന്നേരത്തെ ഒരു ട്രെൻഡ്, നല്ല വൈബായിരുന്നു, നല്ല പാട്ട്, നല്ല അടിപൊളി ട്രെൻഡായിരുന്നു അന്നത്തെ പാട്ട്. ഇപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വെച്ചിരിക്കും. വീണ്ടും മെസ്സി. അവൻ അതിൻ്റെ ഇടയ്ക്കില്ല, അവൻ്റെ പേര് ജാക്കുമി ജുബലാനിയാണോ അറിയില്ല. ഇത് മെസ്സിൻ്റെ ഒരു ഇത് വന്നതാണ് പറ്റിയിട്ട്. ഒരു മൊത്തത്തിൽ 2010 ഒരു ഇളക്കി മറിച്ചിരുന്നു. നമ്മുടെ നാട്ടിലെല്ലാം ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു, ബാനറും ഫ്ലക്സൊക്കെ. വീണ്ടും മെസ്സി ആൻഡ് ജാക്കുമി. പിന്നെ വേൾഡ് കപ്പിൻ്റെ ഓരോരോ ഇത്, അതിൻ്റെ ഫുട്ബോൾ ഓരോരോ തവണയും മാറുമല്ലോ, ഓരോരോ തവണയും ഫുട്ബോളിൻ്റെ ഇത് മാറുമല്ലോ, ഷേപ്പ് മീൻസ് അതിൻ്റെ ഡിസൈൻ. അതായത് അതിൻ്റെ സംഭവം ഇത് വേൾഡ് കപ്പിൻ്റെ പോസ്റ്റർ. ഇപ്പോഴത്തെ അന്നത്തെ ഈ വേൾഡ് കപ്പ് 2010-ലെ മോഡൽ ഫിഫാൻ്റെ. അപ്പോൾ ഓരോരാൾ ജയിച്ചതിൻ്റെ ഇതെല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത് ലിസ്റ്റ്. ഇതും അത് തന്നെ, മറ്റേ ബോളിൻ്റെത്. ഇത് റെക്കോർഡ് എത്ര വട്ടം വാങ്ങി. ബ്രസീൽ 5 വട്ടം വാങ്ങി, ഇറ്റലി 4, ജർമ്മനി 3, അർജൻറ്റീന 2. അതെല്ലാം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഒരു ഇതാണ് മൊത്തം ലിസ്റ്റ് ഉണ്ട്. ഇത് നമ്മളെ ഓരോരാൾ ഫൈനലിൻ്റെ കപ്പ് എടുത്ത സംഭവങ്ങളാണ് ഇത് മൊത്തം. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ താരമുണ്ട്, മറഡോണയും ഉണ്ട് താരം. അപ്പം അതിൻ്റെ കപ്പും അതും ഇതെല്ലാം ഉണ്ട്. നല്ല അടിപൊളിയാണ് അറിയാം. റൊണാൾഡോ മറ്റേ അവരെല്ലാം ഫോട്ടോകൾ. ഇതൊക്കെയാണ് ഫുട്ബോളിൻ്റെ കഥ. ഇനി അടുത്തത് നമ്മുടെ ക്രിക്കറ്റിൽ നമുക്ക് എൻ്റെ ഫേവറേറ്റ് സച്ചിൻ ടെണ്ടുൽക്കറാണ്. സച്ചിൻ്റെ ഫോട്ടോ. അപ്പോൾ നമ്മൾ സെഞ്ചുറീസ് ODIൻ്റെ എല്ലാം ഇത് കാണിക്കുന്നത് സച്ചിൻ്റെ അടുത്ത്. ഇത് ടെസ്റ്റിൻ്റെത് ആരൊക്കെയാണ് നല്ല. പിന്നെ ഇത് ഇൻ്റർനാഷണൽ അതിൻ്റെ ഇതിൻ്റെ സംഭവങ്ങളെല്ലാം. ഇത് സേവാഗുണ്ട്, സേവാഗിൻ്റെ റണ്ണുണ്ട്, സേവാഗിൻ്റെ ഹയസ്റ്റ് സ്കോറ്. ഇത് ദ്രാവിഡിൻ്റെ ഫോട്ടോ ആണ് ഉള്ളത്. ക്രിക്കറ്റിൻ്റെ പിന്നെ ഞാൻ ഇത്രയേ ആക്കി വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇനിയും കുറേ കട്ടൗട്ടുകളും പോസ്റ്ററുകളെല്ലാം ഒട്ടിക്കണത്രേ. അത് ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഗ്യാപ്പ് വന്നു. ഇനിയെല്ലാം മുമ്പേ തുടങ്ങണം, നിർത്തിയിട്ടൊന്നുമില്ല, കണ്ടിന്യൂസ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് എല്ലാം കാണുമ്പോൾ. ഇത് സ്പോർട്സ് മാത്രമല്ല, വേറെയും ഞാൻ വെക്കലുണ്ട് ഇമ്പോർട്ടൻ്റ്. നമ്മൾ ജനറൽ നോളേജ് ഇല്ലേ, നമ്മൾ അതെല്ലാം നമ്മളിങ്ങനെ കറണ്ട് അഫയേഴ്സ് ആക്കി ഇങ്ങനെ ഒട്ടിക്കലുണ്ട്. അപ്പോൾ
ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബായ്.